തീരദേശ ഹൈവേ എറിയാട് പഞ്ചായത്തിലും തീരദേശത്തേക്ക് മാറ്റുന്നതുവരെ ശക്തമായ സമരം തുടരുന്നതാണെന്ന് തീരദേശ അവകാശ സർവകക്ഷി യോഗം. തീരദേശത്തുകൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും യോഗം അറിയിച്ചു. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശത്തുകൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ പാത എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ എറിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണ്. ഈ അലൈൻമെന്റ് വിഷയത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ നടന്നുവരുന്ന തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ 1 വർഷത്തിനോടടുക്കുകയാണ്. ഈ സമരം ആരംഭിച്ചതുമൂലം ഒട്ടനവധി കാര്യങ്ങളിൽ സർക്കാരിന് പുനരാലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും സമരവുമായി മുന്നോട്ടു പോകുവാനുള്ള കാരണം തീരദേശ ഹൈവേ തീരദേശ നിവാസികളുടെ അവകാശമാണ്. തീരദേശത്തുകൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. കൂടാതെ എറിയാട് പഞ്ചായത്തിന്റെ വികസന മേഖലയെ സംരക്ഷിക്കുവാനും കഴിയും. ഇത് സംബന്ധിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമരസമിതി കയ്പമംഗലം MLAക്ക് തുടക്കം മുതൽ കൈമാറിയിട്ടുള്ളതാണ്. എന്നാൽ ആയത് പരിഗണിക്കാത്തതിനെ ശക്തമായ പ്രതിഷേധം സർവകക്ഷി യോഗം രേഖപ്പെടുത്തി. ഇപ്പോൾ ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് 18.3 മീറ്ററിൽ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും മറ്റ് സൗകര്യങ്ങളോടെയും നിർമ്മിക്കേണ്ട പാത 15.3 മീറ്ററിൽ റോഡ് ചുരുക്കി ഒരു സൈഡ് മാത്രം സൈക്കിൾ ട്രാക്ക് നിർമ്മിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ തുടർ പ്രക്ഷോഭം നടത്തുവാനും അതിനായി വിപുലമായ സംരക്ഷണ സമിതി സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തുടരുന്നതോടൊപ്പം തീരദേശവാസികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കും. എറിയാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൽ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.